ആകാശവാണി 101.4, ദേവികുളം സ്പൈസ് FM. ടൂറിസം ഡയറി. പ്രിയ ശ്രോതാക്കളെ, ടൂറിസം ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട ക്ലൗഡ്സ് വാലി റിസോർട്ടിന്റെ GM-ഉം കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റി മെമ്പറും സ്മാർട്ട് മൂന്നാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ശ്രീ വിനോദ് വി ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം. വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ മൂന്നാർ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. മൂന്നാർ രണ്ട് രീതിയിലാണ് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഒന്ന്, കേരളത്തിനകത്തുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൈറ്റ് സീയിങ് പോയിന്റുകളും ആക്ടിവിറ്റീസും ഉള്ള ഒരു ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഹിൽ സ്റ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഭംഗിയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഏറ്റവും വശ്യതയാർന്ന ഒരു പ്രദേശമായ മൂന്നാറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയാലേ ഒരു 2010 മുതൽ നമുക്കൊരു ഗ്ലോബൽ റെക്കഗ്നിഷൻ്റെ 2010 ട്രിപ്പ് അഡ്വൈസർ ലോകത്തിലെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മൂന്നാറിനെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ടോക്കിയോ ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാറാണ്. അതുപോലെ തന്നെ UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ സ്പെഷ്യൽ റെക്കഗ്നിഷൻ അത് ഇൻക്ലൂസീവ് ടൂറിസത്തിനും സസ്റ്റൈനബിൾ പ്രാക്ടീസസിനും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഈ അടുത്ത് 2025 അഗോഡയുടെ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് റൂറൽ എസ്കേപ്പ് ഡെസ്റ്റിനേഷനായിട്ടും മൂന്നാറിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പം ഇത്തരത്തിലുള്ള ഈ അവാർഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മൂന്നാർ ഒരു സ്റ്റാർ തന്നെയാണ്. സാറ് ഇപ്പോൾ പറഞ്ഞ വിവരങ്ങളെല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് പുതിയ അറിവ് തന്നെയായിരിക്കും, നമുക്ക് അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാറിലെ ടൂറിസത്തിൽ അഡ്വഞ്ചർ ടൂറിസം പോലെ ഇനിയും ഉൾപ്പെടുത്താൻ കഴിയുന്ന വ്യത്യസ്ത മേഖലകൾ എന്തെല്ലാമാണ്? മൂന്നാറിൽ സാധാരണ നടക്കുന്ന ഒരു സൈറ്റ് സീയിങ് ടൂറിസത്തിൻ്റെ അപ്പുറത്തേക്ക് അഡ്വഞ്ചർ ടൂറിസം, ട്രെക്കിംഗ് മുതലായവ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. പക്ഷെ പുതിയതായി വന്ന ഒരു മേഖലയാണ് ഈ ഹെർപ്പിംഗ് ടൂറിസം എന്ന് പറയുന്നത്. അതായത് ഉരകവർഗ്ഗങ്ങളും ഉഭയവർഗ്ഗങ്ങളെയും പറ്റി പഠിക്കുന്നതിനും അവരെ നിരീക്ഷിക്കുന്നതിനും അതിൻ്റെ ഫോട്ടോഗ്രാഫി എല്ലാം കൂടിയിട്ട് ഹെർപ്പിംഗ് ടൂർ വളരെ നന്നായി മൂന്നാറിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ശാസ്ത്ര കുതികൾക്ക് പോലും താല്പര്യപ്പെടുന്ന സാധാരണ ഒരു സൈറ്റ് സീയിങ്ങിൻ്റെ അപ്പുറത്തേക്ക് മൂന്നാർ വളർന്നിട്ടുണ്ട്. എങ്കിൽ പോലും ചില മേഖലകളിൽ, അതായത് ഒരു ഹെറിറ്റേജ് ടൂറിസം, അതുപോലെ തന്നെ കൾച്ചറൽ ടൂറിസം മുതലായ മേഖലകളിൽ മൂന്നാർ ഇനിയും കുറച്ചുകൂടി വളരാനുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭിപ്രായം. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ടൂറിസം എന്ന പദം ഇപ്പോൾ ധാരാളമായി കേൾക്കുന്നുണ്ട്. മൂന്നാറുമായി റെസ്പോൺസിബിൾ ടൂറിസം എങ്ങനെ ബന്ധപ്പെടുത്താം സാർ? റെസ്പോൺസിബിൾ ടൂറിസം, അതായത് ഉത്തരവാദിത്ത ടൂറിസത്തിന് ഏറ്റവും ആദ്യമായിട്ടൊരു സൊസൈറ്റി ഉണ്ടാക്കിയത് കേരളത്തിലാണ്. 2007 ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഇത് രൂപീകരിക്കുമ്പോൾ കേരളത്തിലുള്ള വളരെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ഡെസ്റ്റിനേഷനുകളാണ്. ഉദാഹരണത്തിന് ഇടുക്കിയിൽ തേക്കടി, കുമരകം, വയനാട്ടിലെ വൈത്തിരി, കോഴിക്കോട് കൊയിലാണ്ടി മുതലായ ഡെസ്റ്റിനേഷനുകളെ ഒരു സാമ്പിൾ പോലെ എടുത്ത് അവിടെ ഒരു ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ പ്രോജക്റ്റ്. പക്ഷേ ഈ ഉത്തരവാദിത്ത ടൂറിസമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വിനോദസഞ്ചാര മേഖലയുടെ ഒരു ഭാവി എന്ന് പറയുന്നത്. കാരണം ഒരു ടൂറിസ്റ്റ് വന്ന് സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകുന്നതിനേക്കാൾ അപ്പുറത്ത് തദ്ദേശീയരായവർക്കും തദ്ദേശ പഞ്ചായത്തുകൾക്കും എല്ലാം അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുകയും ഈ വരുന്ന ഗുണങ്ങൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ഉള്ളത്. ഈ ഇടയ്ക്ക് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ തന്നെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് വന്നിരുന്നു. നമ്മൾ മലയാളത്തിൽ പറയുന്ന തെരുവ് എന്നുള്ളതല്ല, സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോമാണ്. സസ്റ്റൈനബിൾ, ടാഞ്ചിബിൾ, റെസ്പോൺസിബിൾ, എക്സ്പീരിയൻഷ്യൽ, എത്നിക് ടൂറിസം ഹബ്ബ് എന്നാണ് പറയുന്നത്. ക്ലൗഡ്സ് വാലി റിസോർട്ടിൻ്റെ ജനറൽ മാനേജരും കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗവും സ്മാർട്ട് മൂന്നാർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ വിനോദ് വി മൂന്നാറിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം വരുന്നയാഴ്ച ടൂറിസം ഡയറിയിൽ കേൾക്കാം. ടൂറിസം ഡയറി സമാപിക്കുന്നു.